ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 52 റിയാക്ട് ചെയ്തിട്ട് വരാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് വായിക്കാം. അലീന കമന്റ് ഇട്ടൊക്കെയാണ്, ചേട്ടന്റെ വീഡിയോ ടിവിയിൽ കാണുമ്പോൾ എന്റെ വീട്ടിലെ എല്ലാവരും വരും, അമ്മ വരെ വന്നിരുന്ന് കാണുന്നാണ് പറയുന്നത്. ഒരുപാട് സന്തോഷം. സ്ഥലങ്ങളുടെ പേര് കമന്റിൽ വായിച്ചുകൊണ്ടാണെന്ന് അറിയില്ല. ഇന്ന് ഒരുപാട് പേര് കുറെ സ്ഥലങ്ങളുടെ പേര് നമുക്ക് ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ മാത്രമല്ലടാ പിടി, അങ്ങ് ഈ പറയുന്ന സ്ഥലത്തൊക്കെ ഉണ്ട് സ്ഥലങ്ങൾ. ഞാൻ ഇവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കാണുന്ന ഒരുപാട് പേരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. സോ ഇനിയും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി നിറയട്ടെ. സംസാരിച്ചധികം സമയം കളയുന്നില്ല, നമുക്ക് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 52 റിയാക്ട് ചെയ്തിട്ട് വരാം. 31 ദിവസം രാവിലെ 8 മണി. പാവം ക്ഷീണം കൊണ്ട് ബീൻ ബാഗി കിടന്നുറങ്ങുക. ഇതാര്? അൻസിബിയ. ഒന്ന് ശരിക്ക് കണ്ടോട്ടെ. അല്ല, ഇനി കാണണമെങ്കിൽ നാളത്തെ മോർണിംഗ് സോങ് ആവണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. എന്നാലും ഞാൻ ആലോചിക്കുന്നത്, വേറെ ഒറ്റ കണ്ടസ്റ്റൻസിന് ഇല്ലാത്ത എനർജി ഈ അൻസിബയ്ക്ക് അവിടെ നിന്ന് കിട്ടുന്നു. പാട്ടിട്ടോ അൻസിബ അവിടെ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് തുള്ളുന്നുണ്ടാവും. ജിന്റപ്പ ഡാൻസ് ആണ്, മറക്കല്ലേ. ശ്രീരേഖ ചേച്ചിയുടെ കണ്ണിൽ എന്താ തേനീച്ച കുത്തിയ, കണ്ണൊക്കെ വീർത്തിരിക്കുന്നു. സത്യത്തില് ബിഗ് ബോസിൽ മോർണിംഗ് സോങ് ഇടുമ്പോ ഡാൻസ് കളിക്കണം. എത്ര അറിയാത്ത ആളാണെങ്കിലും കളിക്കണം. കാരണം കളിക്കുന്നവർക്ക് ആ ക്യാമറ അറ്റൻഷൻ കിട്ടുള്ളൂ. ജിൻഡോ ചേട്ടൻ കണ്ടിട്ടില്ലേ, പുള്ളിക്ക് അറിയില്ലെങ്കിലും പുള്ളിയുടെ ആ രീതിയിൽ ഡാൻസ് കളിക്കും. സോ ഇനി പോവാൻ ആഗ്രഹിക്കുന്നവര് ഈ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചിട്ട് പോവാ. ഇത്തരത്തിൽ ഈ വീട്ടിലെ ഓരോ വ്യക്തികളുടെ സ്വഭാവങ്ങളുടെ ആദ്യം മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു, നമുക്ക് കണ്ടിട്ട് വരാം. അംഗങ്ങൾക്കും ചെല്ലപ്പേര് നൽകാൻ പറഞ്ഞാൽ മോർണിംഗ് ആക്ടിവിറ്റി ഇതായിരുന്നു. അവിടെ ഉള്ള ഓരോരുത്തർക്കും ഓരോ ചെല്ലപ്പേര് ഇടുക. ഇങ്ങനെ കാട്ടുതീയായിട്ട് വന്ന എല്ലാവരും ഫസ്റ്റ് നമ്മുടെ ജിൻഡോ വന്നു. ജിൻഡോ സിജോക്കാണ് പേരിട്ടത്. വേറെ ഒന്നുമല്ല, കാട്ടുതീ പടർത്തുന്നൊക്കെ പറഞ്ഞല്ലോ, അതുകൊണ്ട് തീപ്പെട്ടിക്കൊള്ളി നമുക്ക് സിജോനെ ഇടാം. ഇതൊരു ഓന്തിനെ പോലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഓന്ത് ചേച്ചി. ഇന്നലത്തെ വഴക്കിന്റെ ബാക്കി നമ്മുടെ നോറ എടുത്തിട്ടു. ശ്രീരേഖനെ ഓന്ത് ചേച്ചി എന്നുള്ള പേര് വിളിച്ചു. ഇന്നലത്തെ വഴക്ക് എന്താണെന്ന് അറിയണോ? അറിയാത്തവര് ഇവിടെ ക്ലിക്ക് ചെയ്യും. ഇവിടെ ഉണ്ട് കരച്ചിൽ റാണി എന്നാണ് എനിക്ക് നോറയ്ക്ക് കൊടുക്കാനുള്ള പേര്. അത് കഴിഞ്ഞ് വന്ന സിജോ നോറയ്ക്കിട്ട ചെല്ലപ്പേരാണ് കരച്ചിൽ റാണി. ഓപ്പൺ ആയിട്ട് എനിക്ക് എല്ലാം പറയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് പേടിയില്ല. ഒറ്റ വേടൻ ഒരാളെ പറഞ്ഞുള്ളൂ, അവരുടെ ടീം വർക്കിൽ നിങ്ങൾ. എന്നിട്ട് സിജോ പറയാണ്, മൊബൈൽ റീചാർജ് ടാസ്കിൽ നോറ പോയിട്ട് ഋഷിയുടെ അടുത്ത് പോയി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഋഷിയും ശരണ്യം അതുപോലെ തന്നെ ഋഷിയും അർജുനും ഒക്കെ ആയിട്ട് അടിയായിരുന്നു. ഒറ്റ വേർഡിൽ ഒറ്റ സെന്റൻസിൽ 3 ആൾക്കാർക്കിടയിൽ നല്ല അടിയുണ്ട്. സത്യത്തിൽ റോക്കിയുടെ ഇടി കിട്ടിയിട്ട് സിജോ നന്മമരം കളിക്കാൻ വേണ്ടിയിട്ട് റോക്കിയുടെ ഇടി കിട്ടിയത് ക്ഷമിച്ചു എന്ന് നോറ പറഞ്ഞതിന്റെ ദേഷ്യമാണ് സിജോക്ക്. ഞാൻ ഒരുപാട് തവണ ഞാൻ നോറയുടെ പേര് എന്റെ മനസ്സിലേക്ക് ആവർത്തിച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. നീ 3 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നപ്പോ എന്തിനാ നോറയുടെ പേര് ആലോചിക്കണേ? അതാവില്ല. പറയുമ്പോ അത് പ്രേക്ഷകരിലേക്ക് പോകാനായിട്ടുള്ള. അത് കഴിഞ്ഞ് സിജോ പറയാണ്, കരഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് ടെലികാസ്റ്റ് ചെയ്യുന്ന നോറയ്ക്ക് അറിയാം, അതുകൊണ്ടാണ് നോറ കരച്ചിൽ നാടകം എടുക്കണേ. ടൂളായിട്ട് കൂടെ അതിനെ. ഓ, ടൂളൊക്കെ. എനിക്ക് ആലപ്പുഴ, കാസർഗോഡ് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളൊന്നും വ്യത്യാസമൊന്നും ഇല്ല. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. இந்த ஏரியா அந்த ஏரியா அந்த இடம் இந்த இடம் எங்கேயுமே எனக்கு பயம் கிடையாதுடா. ஏன்னா ஆல் ஏரியாவிலையும் ஐயா கில்லிடா. എനിക്ക് എവിടെയും പോയിട്ട് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാനുള്ള സംസാരിക്കാനും എന്റെ പൊന്ന് സിജോ, ഇതിനു മുമ്പ് നീ പറഞ്ഞതിന്റെ ഒരു പറച്ചിലിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. 3 ആഴ്ച ആശുപത്രി കിടന്നിട്ടാ വന്നേ, ഇനിയും വേണോ? എന്തും ചെയ്യുന്ന ഒരു കോണ്ടന്റ് ലൈക്ക് എന്തും കൂട്ടിച്ചേർക്കാം. പുറത്ത് കയ്യടി കിട്ടാനുള്ള രീതിയിൽ ആലോചിച്ച് കുറിച്ച് പഞ്ച് ഡയലോഗ് അടിക്കുന്നതിന് മുമ്പ് ആലോചിക്കുക. പുറത്തുള്ളവര് മണ്ടന്മാരല്ലാന്ന് എനിക്ക് പലപ്പോഴായി തോന്നിയിട്ടുണ്ട്, പല സാഹചര്യങ്ങളിൽ തോന്നിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് വിക്ടിം നോറ. നമ്മുടെ ജാസ്മിൻ നോറയ്ക്കിട്ട പേരാണ് വിക്ടിം നോറ. നോറയുടെ പേര് പറയണമെന്ന് ഉദ്ദേശമല്ല. അത് കഴിഞ്ഞ് വന്ന ശ്രീരേഖ, നമ്മുടെ ഓന്ത് ശ്രീരേഖ എന്ന് പേര് കിട്ടിയതിന് നമ്മുടെ ശ്രീരേഖ ചേച്ചി നോറക്കിട്ട പേരാണ് കിട്ടുന്ന പേര് മൊയന്ത് നോറ. എന്താണ് ആ വ്യക്തി? നോറ ബി ലൈക്ക്. എല്ലാരും പറ, രാവിലെ എനിക്ക് വെറുതെ കുറെ സ്ക്രീൻ സ്പേസ് കിട്ടണേന് ഞാൻ എന്തിനാ മോശം പറയണേ? പറഞ്ഞോ. ഗബ്രി വന്നുകൊണ്ട് നമ്മുടെ അൻസിബാനെ വിളിക്കണേ ഡാഗിനിത്തള്ള അൻസിബാന്ന്. തീപ്പട്ടിക്കൊള്ളി എന്നുള്ള ഒരു പേര്. സിജോ രാവിലെ ഈ നോറയെ പറ്റി കുറ്റം പറഞ്ഞത് കൊണ്ട് തന്നെ ശരണ്യയും അർജുനും
നോറയ്ക്ക് ചെല്ലപ്പേരിട്ട് കൊടുത്തു. എഴുതി മനസ്സിൽ 1 TB ടെറാബൈറ്റിലുള്ള മെമ്മറി കാർഡിൽ എന്റെ പൊന്ന അർജുനെ 1 TB ടെറാബൈറ്റ് എന്നല്ല പറയണ്ടേ, 1 TB അല്ലെങ്കിൽ 1 ടെറാബൈറ്റ്. പിന്നെ അത്രയും സൈസുള്ള മെമ്മറി കാർഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹാർഡ് ഡിസ്ക് എന്നാണ് ഉദ്ദേശിച്ചത്. കള്ളൻ ഗബ്രി. അത് കഴിഞ്ഞ് വന്ന് നമ്മുടെ രശ്മിൻ ഗബ്രിക്കിട്ട പേരാണ് കള്ളൻ ഗബ്രി. അപ്പൊ എനിക്ക് തന്നെ ഇടയ്ക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നുണ്ട്. നോം എന്തായി കാണുന്നേ? ബെൽറ്റുകൾ പൊളിയുന്നു, വേറെ ബെൽറ്റുകൾ ഫോം ചെയ്യുന്നു. എന്താ ഇപ്പൊ കഥ? അർജുനെ പറ്റി ഞാൻ ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടോ? അതെ, ഇപ്പൊ നോറ ഋഷിനോട് വന്ന് ചോദിക്കുകയാണ്, ഞാൻ അന്ന് നിന്നോട് എന്ത് എക്സ്പ്ലനേഷനാ പറഞ്ഞേ? നീ പറ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അത് മതി. ഋഷി ഇല്ല, എനിക്കത് കേട്ടാ മതി. ക്ലിയർ ചെയ്ത് നീ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിന്റെ ഡിസ്കഷൻ ആയിരുന്നു. നിന്നെ ട്രിഗർ ചെയ്യാൻ നോക്കുന്നതാണ്. അഭിഷേക് നോറയോട്, എടി നോറെ, ഇത് നിന്നെ ട്രിഗർ ചെയ്യാൻ വേണ്ടിട്ട് അവന്റെ ഗെയിമാണ്, അവന്റെ ഗെയിം അതാണ്. നീ ഇത് വലിയ ഇതായിട്ട് എടുക്കണ്ട, അത് വിട്ടേക്ക്. എനിക്ക് നന്നായിട്ട് അറിയാതെ. ഇതൊക്കെ എന്തിന്റെ അഭിഷേക്? ഇതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ? ജയിലാരിട്ടാണ് കണ്ണീന കൊണ്ട് കടുകു ഇവന്മാർക്ക് വട്ടായ സ്നേഹത്തിനാത്തിയ കരയാണെങ്കിലും സ്നേഹം തരാത്തൊരു പെണ്ണെ എന്നൂടെ ബാഹ്യമം രൂപം എന്നിട്ട് ചരയാണയ്യാത്ത പെണ്ണെ. കമാൻ ജെൽ ബേബി. ജിൻഡോ ചേട്ടനും രതീഷിനും കാര്യമായിട്ട് എന്താ പറ്റിയിട്ടുണ്ടല്ലോ. എക്സ്പ്രഷൻസും ശരിയല്ല. ജയിലാരെ കണ്ടാവോ? ഒരാള് നിന്ന് കരയാണ്. ശ്രീരംഗ ചേച്ചി എന്ത് പറ്റി? ഓന്തെന്ന് വിളിച്ചോണ്ടാണ്. അപ്പൊ രതീഷ് ശ്രീരേഖനോട് വന്ന് ചോദിക്കുകയാണ്, ചേച്ചി എന്ത് പറ്റി? എന്നോട് പറ, ഞാനിവിടെ നിങ്ങളുടെ സങ്കടം കേൾക്കാനല്ലേ വന്നിട്ടുള്ളത്. ശ്രീരേഖ, എന്റെ പൊന്നോ വേണ്ട. ശ്രീരേഖ സ്ട്രോങ് ആണ്. ശ്രീരേഖയ്ക്ക് മനസ്സിൽ അതേ. ഇപ്പൊ രതീഷ് ഭയങ്കര മോട്ടിവേഷൻ. ചേച്ചിയുടെ ചേച്ചിയാണ് ചേച്ചി. ചേച്ചിയുടെ പോലത്തെ ഒരു ചേച്ചി ഇവിടെ ഇല്ല ചേച്ചി. ചേച്ചി സൂപ്പർ ചേച്ചി. ചേച്ചി വേറെ ലെവലാണ്, മരണം മാസാണ് ചേച്ചി. നീ ഇവിടെ വന്നിട്ട് എന്ത് തേങ്ങ കാണിക്കണം? ശ്രീരേഖ ലൈക്ക് ഇതെന്നെ ആക്കണതാണ്. അല്ല, മര്യാദയ്ക്ക് ഇവിടെ എന്റർടൈൻമെന്റ് കാണിക്കും. രതീഷ് പറഞ്ഞു, ഓക്കെ സംസാരിക്കണമെങ്കിൽ സംസാരിക്കണ്ട. എന്താ എല്ലാവരും ഓടണേ? സെക്കൻഡ് ഓ, ശ്രീധുന്റെ മൈക്ക് വന്നേനാണ്. എല്ലാവരും ഓടി സ്റ്റോർ റൂമിൽ കയറി. നമ്മുടെ രശ്മിന് ഇഷ്ടായില്ല. ഓടി നീ മാത്രല്ല ഗബ്രി. രശ്മി ബി ലൈക്ക്, അതെ നിങ്ങളെല്ലാവരും ഓടി സ്റ്റോർ റൂമിൽ കയറാനാണെങ്കിൽ പിന്നെ ക്യാപ്റ്റൻ എന്നുള്ള പേര് ഞാൻ എന്തിനാ ഇവിടെ? ഗബ്രി അകത്ത് കയറി. രശ്മിനെ ലീഡർ കളിക്കുന്നത്. ഓടി കളിക്കണ ഓക്കെ അല്ലേ? ഞാൻ എഴുന്നേറ്റത് കണ്ടോ? സംഭവം വേറൊന്നല്ല, രശ്മിന് ഗബ്രിയായിട്ട് ഉടക്കണം. അതിനു വേണ്ടി തടികൊണ്ടുള്ള ഒരു വലിയാണ്. കയറാൻ പാടില്ല ഇവിടെ റോളൊന്നുമില്ല. അതിന്റെ അകത്തുള്ള സാധനം എടുക്കാൻ പാടില്ല. ഗബ്രി വിട്ടു കൊടുക്കോ? രശ്മി പിടിച്ച മുയലിന് 3 കൊമ്പാണെങ്കിലേ ഗബ്രി പിടിച്ചതിന് 5. വെറുതെ പറയല്ലേ, ഞാൻ അതിന്റെ ഒന്നും എടുത്തിട്ടില്ല. വെറുതെ അവിടെ വരെ പോയിട്ടുള്ളൂ. ഗബ്രി പറഞ്ഞു, ഞാൻ സ്റ്റോർ റൂമിലേക്ക് ഓടി എന്നുള്ളത് സത്യമാണ്. ഞാൻ അവിടെ നിന്ന് ഒന്നും എടുത്തിട്ടില്ല. പിന്നെന്തിനാണ് എന്നെ ചീത്ത പറയുന്നത്? കയറാൻ പാടില്ല റോളൊന്നുമില്ല. അങ്ങനെ ബിഗ് ബോസ് പറയട്ടെ. പിന്നെ സ്റ്റോർ റൂമിൽ കയറാൻ പാടില്ല എന്നുള്ള റൂളൊന്നും ഇവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് പറയട്ടെ. എന്റെ വായിലിരിക്കുന്നത് കേക്ക് റസ്മിനെ മിണ്ടാളാന്ന് വിചാരിച്ചിട്ട് വെറുതെ പറഞ്ഞോണ്ട് രശ്മി പുല്ല് പോയിന്റ് ഒന്നും കിട്ടണല്ലോ പറയാൻ. വെറുതെ പറഞ്ഞോണ്ടിരിക്കല്ലേ. എപ്പോഴും വരുന്ന ആൾക്കാർ പുതിയത് ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കണം. അല്ല, ശ്രീധുവാണ് അകത്ത് കയറി മൈക്ക് എടുത്തത്. പക്ഷെ ശ്രീധുവിനെ പറയാൻ എന്താ ബുദ്ധിമുട്ടുണ്ടാവും? ഗബ്രി അതേണ്ട് എന്നെ മാത്രം കുറ്റം പറയണെന്താ? ആദ്യം അത് കയറി എടുത്തത് ശ്രീധു അല്ലേ? ശ്രീധുവിനെ എന്താ ഇവിടെ കുറ്റം പറയാതെ? പറയില്ല, കാരണം ഇവൾക്ക് ശ്രീധുവിനോട് ക്രഷ് ആണല്ലോ. അയ്യോ ശ്രീധുനെ തെറ്റാണ് ആദ്യം പറഞ്ഞത്. അല്ല ഗബ്രി ഒരു ഗബ്രി രശ്മിൻ വഴക്ക്. അകത്തൊക്കെ കയറി, അത് വേറെ കാര്യം. കേറിയതുകൊണ്ട് എന്താണ് ജസ്മിനെ പറഞ്ഞപ്പോ നമ്മുടെ ജാസ്മിൻ അത് പിടിച്ചില്ല. ജാസ്മിൻ ഗബ്രിനോട് പറഞ്ഞു, ഗബ്രി കേറില്ല എന്നൊന്നും പറയരുത്, ഗബ്രി കേറിയത് ഞാൻ കണ്ടു. അങ്ങനെ ഗബ്രി അങ്ങോട്ട് വെച്ചെടുക്കും, രശ്മിൻ ഇങ്ങോട്ട് വെച്ചെടുക്കും, ജാസ്മിൻ ഇങ്ങോട്ട് വെച്ചെടുക്കും. അങ്ങനെ അവിടെ ഒരു അടിയായി കഴിഞ്ഞപ്പോ നമ്മുടെ ഋഷി നോറേനോട് കാണിക്കാനാണ് ഇവർ തമ്മിലുള്ള അടി കാണിക്കണത്. ഇന്നലെ മറ്റേ ടീമായപ്പോ ഇവര് പറഞ്ഞിടിച്ചു എന്ന് പറഞ്ഞിട്ടാണോ ഇപ്പൊ ഇവര് അടി ഉണ്ടാക്കണത്? അവരടിയോ? അത് ഫുൾ ഡ്രാമ അല്ലേ? നോറ സംശയം എന്താ? അതന്നെ ആരെല്ലാം ഈ വീടിന്റെ നിങ്ങളുടെ ടീമിൽ ഇതിൽ നിന്നെല്ലാം അതിഥികളെ സംരക്ഷിച്ച് അവരുടെ ജീവൻ ബിഗ് ബോസ് ഹൗസിൽ ഒരു അതിഥി വരാൻ പോകണമെന്നായിരുന്നു ടാസ്ക് ലെറ്ററിൽ എഴുതിയിരുന്നത്. അത് വായിക്കാൻ എടുത്താളോ നമ്മുടെ അൻസിബ. അൻസിബയ്ക്ക് അല്ലാതെ ഇതിൽ കൂടുതൽ അർഹത ആർക്കെങ്കിലും ഉണ്ടോ അതിഥി എന്ന് പറയാൻ? ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ള ഒരു അതിഥി. ടീം ടണൽ
അനൗൺസ് ചെയ്തു രശ്മിനെ ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് രശ്മിനെ ഏതെങ്കിലും ടീമിൽ ഇടണമെന്ന്. അതിലൊരു ക്ലാസ്സും കൂടി ഉണ്ടായാൽ കാണാനും നന്നായിരിക്കും. പഴയ എപ്പിസോഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. കോപ്പി അടിക്കാണ്ട് പുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇല്ല. അങ്ങനെ തൊടാൻ അനുവദിക്കില്ല. ശ്രീതു തൊടാൻ അനുവദിക്കരുത്. തമാശ തമാശ. അമ്പലത്തിന്റെ കടവിൽ വെച്ച് കാണില്ലേ ജാ? അല്ല ശ്രീരേഖ ചേച്ചി, നിനക്ക് കടവിൽ വെച്ചൊക്കെ കാണണേ. വണ്ടോ ജാസ്മിന? നീ കിടന്ന് പെടക്കാതെ ഇവിടെ നിൽക്കുക. നീ ബാക്കി കൈയെടുക്കണം പന്നി. നീ എന്റെ ബാക്കി നിൽക്കുക. ബാബുക്കുട്ട ആരെങ്കിലും കാണും. ഇതൊക്കെ എന്താണ്? I hate my mind. നീ എവിടെയായിരുന്നു ഇത്ര നേരം? എന്റെ ബാബുട്ടാ എത്ര നാൾ നീ കണ്ണടച്ചിട്ട് ഇപ്പൊ കേട്ട സൗണ്ട് ഒന്നുകൂടി കേട്ടു നോക്കിയേ. അടുത്ത വെറുപ്പിക്കല് എന്താ? അതിഥികളെ സ്വീകരിക്കാൻ ഓരോ ടീമും റെഡിയാണോ? അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഹൗസിൽ ഒരു അതിഥി വരുന്ന മഹാദിവസം. ടാസ്ക് സ്റ്റാർട്ട് ആവുകയാണ്. ആദ്യം പവർ ടീം അതിഥികളെ കൊടുക്കാൻ പോകുന്നു. ആദ്യം അതിഥിയെ കൊടുക്കാൻ പോയത് നമ്മുടെ പവർ ടീമിനാണ്. പവർ ടീമിന്റെ അതിഥിയെ നമുക്ക് പരിചയപ്പെടാം. എന്താ പേര്? റോളക്സ്. ഇനി ഇവരാണ്. അല്ല, ബിഗ് ബോസ് ഡയലോഗ് തെറ്റിപ്പോയി. റോളക്സ്, അവൻ പേര് ദില്ലി, അങ്ങനെ പറയണം. എലി 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 നല്ല പേര്. അടുത്ത അതിഥിയെ കൊടുത്തു എലി. എലി എലിക്ക് ടീമിനെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. റിയലി? അടുത്ത അതിഥി ജാനു. ഇക്രു. അവസാനത്തെ അതിഥിയുടെ പേരാണ് ഇക്രു. പാട്ട് ഇതിന്റെ സൂചന തന്നെയായിരുന്നു. ഇപ്പൊ ബിഗ് ബോസ് പറഞ്ഞു ഇന്നലെ രാത്രി ബൊമ്മ ബൊമ്മ എന്നുള്ള പാട്ടിട്ടത് ഈ ടാസ്കിന്റെ ക്ലൂ ആയിരുന്നു. ഇന്ന് രാത്രി പാട്ടിടുന്നതും നാളത്തെ ടാസ്കിന്റെ ക്ലൂ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ ടാസ്ക് ഇതായിരുന്നു. ഇവർക്ക് കൊടുത്തിട്ടുള്ള ഈ അതിഥികളുടെ തലയുടെ ബാക്കിൽ ഓരോ ബലൂൺ ഉണ്ട്. അതാണ് അവരുടെ ഹൃദയം. അത് പൊട്ടാതെ സൂക്ഷിക്കണം. അത് ബാക്കിയുള്ളവരെ രതീഷ് അറിയിക്കേണ്ടതാണ്. രതീഷിനെ ജഡ്ജാക്കിയിട്ട് പറഞ്ഞു ബസർ ടു ബസർ ആയിരിക്കും മത്സരം. സോ ഒരു ബസർ അടിച്ച് പൊട്ടിക്കാനുള്ള ടൈമാണ്. ആ ഗ്യാപ്പിൽ പോയി പൊട്ടിക്കുക. അടുത്ത ബസർ അടിക്കുമ്പോൾ നിർത്തുക. ജിൻഡോ പ്ലാൻ ചെയ്യാണ് നമ്മുടെ അഭിഷേകിന്റെ ടീമായിട്ട്. നമുക്ക് ഒരുമിച്ച് നിന്ന് കളിച്ചിട്ട് ആദ്യം നമ്മുടെ ബ്ലൂ കളറായ സിജോന്റെ ടീമിനെ ഔട്ടാക്കാം. ഓക്കേ, ബുദ്ധി ബുദ്ധി. അയ്യോ, അങ്ങനെ അവർക്ക് തോന്നിയിട്ട് അവർ കൂടെ നിന്ന് ഇത് തന്നെ പൊട്ടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജാസ്മിൻ പറയുന്നുണ്ട് നമ്മളുടെ കൂടെ നിന്നിട്ട് അവര് കോൺക്രീറ്റ് ഇട്ടാലോ? എനിക്കും പ്രൊട്ടക്ട് മാത്രം ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്കും ഗെയിമിൽ ഇറങ്ങി കളിക്കാൻ. അപ്പൊ കണ്ടസ്റ്റൻസ് ഒക്കെ ബസർ അടിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇവരെ നന്നായിട്ട് പരിചരിക്കാനും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശ്രീരേഖ ചേച്ചിയുടെ ടീം മുട്ട കൊടുക്കാണ് ഈ അതിഥിക്ക്. ജിമ്മാണ്. അപ്പം കുറച്ചു നേരം നമുക്ക് ആ വെറുപ്പിക്കൽസ് ഒക്കെ കണ്ടിട്ട് വരാം. ചേട്ടന് മുട്ട ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഓ, ചേട്ടന് മുട്ട വേണം. മുട്ടില്ലാണ്ട് അറിഞ്ഞില്ല. ടേസ്റ്റ് ഉണ്ടോ? മതി 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 മതി. ഓക്കെ, ചായ കൊടുക്കുന്നു. എത്ര നല്ല ടാസ്കാ. ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ ബേബ്. ബേബോ അതിഥി ബി ലൈക്ക് പുഴുങ്ങിയ മുട്ടയെന്നും പറഞ്ഞ ടിഷ്യൂ പേപ്പർ തന്നെ പറ്റിക്കാൻ നോക്കണോടാ. നോക്കോ, ഞാൻ മുട്ട പിരിക്കാം. കിച്ചണില്. അല്ല, ബസർ അടിച്ചില്ലല്ലോ, പിന്നെ നിനക്ക് അറ്റാക്ക്. അപ്പൊ നമ്മുടെ ജാസ്മിൻ സവാള എടുത്തിട്ട് ഡെന്നിന്റെ റൂമിൽ കയറി അവിടെ ഇരുന്ന് അരിയാണ്. അപ്പൊ രശ്മിനും എല്ലാവരും പറഞ്ഞു അവിടെ ഇരുന്ന് അറിയാൻ പറ്റില്ല, ദിസ് ഈസ് നോട്ട് ഫെയർ. ഗബ്രി ആ ഗ്യാപ്പിൽ വേഗം ഓടിയുടെ അകത്ത് കയറാൻ വേണ്ടിട്ട് വാതിന്റെ അവിടെ ശ്രീതു തടഞ്ഞു. എടാ ഗബ്രി, നീ സാഹചര്യം ചൂഷണം ചെയ്യാണല്ലേ. ചായക്ക് പാല് വേണം. അങ്ങനെ ജാസ്മിൻ റൂമിന്റെ പുറത്തിറങ്ങി. അല്ലെ കട്ടണോ? എന്താണ് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ തീരുമാനിക്കോ. അത് കഴിയുമ്പോ നമ്മുടെ സായി വന്ന് ശ്രീതുവിനോട് പറയാ ഞങ്ങക്ക് കട്ടൻ ചായ വേണം. സോ കട്ടൻ ചായ വെക്കി പോയി.
അപ്പൊ എല്ലാ കണ്ടസ്റ്റൻസും റൂമിൽ കയറി ഒളിച്ചിരുന്നു. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു എല്ലാവരും റൂമിന്റെ പുറത്തിറങ്ങി കളിക്കണം. വർക്ക് പ്ലേസിലും ഈ സാധനത്തിനെ കൊണ്ടുപോയിട്ട് വർക്ക് ചെയ്യാവൂ. ഗബ്രി ആണെങ്കിൽ അതിഥിനെയും കൊണ്ട് സ്മോക്കിംഗ് ഏരിയയിൽ പോയി. ബാക്കിയുള്ളവര് ഹാളിലും ലിവിംഗ് ഏരിയയിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുക. ഫിസിക്കൽ അസോൾട്ട് മടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു ടാസ്ക് കൊടുത്തേക്കാ ബിഗ് ബോസ് അടുത്തത്. അതാ നന്ദന പോകുന്നു ജാസ്മിന്റെ നേരേക്ക് അറ്റാക്കിംഗ്. ബാക്കി കൂടെ അപ്സര വന്ന് ഒറ്റ പൊട്ടിക്കും. അങ്ങനെ നമ്മുടെ അപ്സര ചെന്ന് ജാസ്മിന്റെ അവിടെ നിന്നുള്ള ബലൂൺ പൊട്ടിച്ചതോടെ ജിൻഡോന്റെ ടീം ഈ മത്സരത്തിൽ നിന്ന് ഔട്ടായി. കഴുത്തി പിടിച്ച് വലിച്ചെന്നും ദൈവമേ. ഇതിൽ ജാസ്മിൻ ഓടി പച്ചേനെ പൊട്ടിക്കാൻ പോയപ്പോഴേക്കും ബസ്സറടിച്ചു. സായി നന്ദനോട് പറയാ, നീ എന്തിനാടാ ഡെൻ പൊട്ടിച്ചത്? നിന്നോട് നെസ്റ്റ് പൊട്ടിക്കാനല്ലേ പറഞ്ഞേ? ഇപ്പൊ ഏതായാലും പൊട്ടിയാ പോലെ. പെട്ടെന്ന് വന്നത് അപ്പൊ നന്ദനയാണ് കൂടെ നിന്ന് ചതിച്ചത്. ജിന്റെ പുറത്തുനിന്ന് വരാണ്. അപ്പൊ ജാസ്മിൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല ജിന്റെ ചേട്ടാ അവര് ചതിക്കുന്നു, അവര് ചതിച്ചു. നിങ്ങൾ കേട്ടില്ല. ജിൻഡോ ബി ലൈക്ക് ഓക്കെ, നിങ്ങൾ നിന്നിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേ. ജാസ്മിൻ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ, ചേട്ടനോട് ഇവിടെ നിൽക്കാൻ നമുക്ക് എന്തെങ്കിലും ഒക്കെ കാണിക്കായിരുന്നു. ഇത് പാർക്ക് പോയപ്പോ കോപ്പിഞ്ഞ് കളിക്കാനും പറ്റില്ല. പുറത്തു പോയി 2 ഡയലോഗ് അടിക്കാൻ. എനിക്ക് നിങ്ങളുടെ കൂടെ ഗെയിം കളിച്ചപ്പോ എനിക്ക് ഫിസിക്കൽ അസോൾട്ട് വന്നു. എന്റെ മുടിയുമ പിടിച്ച് എന്റെ മുഖത്ത് പിടിച്ച് തള്ളി. ഞാനിതൊന്നും പരാതി പറഞ്ഞില്ല. മുഖത്ത് പിടിച്ച് തള്ളി, റീഷയിൽ പിടിച്ചു. ഞങ്ങൾ ജിന്റപ്പ ഇങ്ങനെ പറയുന്നതിനാണ് നമ്മൾ പരാതി എന്ന് പറയാ. അപ്പൊ നമ്മുടെ ഗബ്രിയുടെ ടീം സ്മോക്കിംഗ് ഏരിയയിൽ ഈ സാധനം ഒളിപ്പിച്ചു വെച്ചാണ്. അതുകൊണ്ട് തന്നെ രശ്മിൻ പറഞ്ഞു, ദിസ് ഈസ് നോട്ട് ഫെയർ. എനിക്ക് വേണമെങ്കിൽ ഈ ബിഗ് ബോസ് കണ്ട ഈ ബിഗ് ബോസിന്റെ മുകളിൽ കൊണ്ട് എനിക്ക് സാധനം വേണേ വെക്കാം. പുറത്തു പോയി കാട്ടുതീയുമായി വന്ന സിജോ, രതീഷേട്ടാ ഇത് ഇഷ്ടമുള്ള പോലെ കളിക്കാം, റൂമിൽ വെക്കരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് റൂമല്ല, സ്മോക്കിംഗ് ഏരിയ ആണ്. ജയിലിൽ വെക്കാൻ വേണമെങ്കിൽ ആ ബിഗ് ബോസിന്റെ മുകളിൽ വെക്കാം. നീ ഒരു കാര്യം ചെയ്തിട്ട് എറിഞ്ഞാളാ. സിജോ പറഞ്ഞത് പോയിന്റാണ്. ലക്ഷ്യമല്ല മാർഗമാണ് പ്രധാനം. ഇത് പ്രൊട്ടക്ഷൻ അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സിജോന് ഭയങ്കര ബുദ്ധിയാണ്. നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അവൻ സമ്മതിക്കില്ല. കട്ടൻ കുടിച്ചു തീരാതെ ചോറ് തരില്ല. അതിപ്പോ ജാസ്മിനും ശ്രീതും കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കാൻ വരാൻ പറഞ്ഞപ്പോ ആരും വന്നില്ല. അതിന്റെ പേരിൽ അടുത്തടി. നിങ്ങൾ ഫുഡ് കഴിക്കും, ഇത് കുടിക്കും, ഇത് രാത്രി ആയാലും കുടിച്ച് തീർക്കും. കുടിക്കാൻ മതി. ചായ കുടിച്ചു തീർന്നാലേ മുട്ടക്കറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് ജാസ്മിൻ പറയുന്നത്. അത് പോയിന്റ് ആണല്ലോ. പിന്നെ എന്തിനാ സായിപ്പ് ഇത്രയും ചായ ഉണ്ടാക്കാൻ പറഞ്ഞേ? ഞങ്ങളെ കൺട്രോളിലാണ്. അല്ല സായി, പിന്നെ എന്തിനാ അവരോട് ചായ ഉണ്ടാക്കാൻ പറഞ്ഞേ? ഈ ചായ എന്ന് പറയുന്ന സാധനം ചൂടോടെ ഊതി കുടിക്കുന്നതാണ് ഗുപ്തന് ഇഷ്ടം. ഗുപ്തനല്ല, ചായ ചൂടോടെ ഊതിയല്ല കുടിക്കുക. രാത്രി ആകുമ്പോഴേക്കും തണക്കൂലേ. ഇത് കുടിച്ചില്ലാന്നല്ലേ? ജാസ്മിൻ ആണെങ്കിൽ തോറ്റന്റെ കലിപ്പ് മാറിയിട്ടില്ല. നിങ്ങൾ ബൊമ്മയെ പിടിച്ച് കണ്ടു വന്ന് ചായ കുടിക്കും. നിങ്ങൾ സീൻ തന്നെ ശരണ്യ ചേച്ചി ആ തൊള്ള നടച്ചു വെക്കി. എന്താണ് ഒച്ചെടുക്കുന്നത്? ശ്രീധുവിന്റെ ഡാൻസ് കലവിലാസം. അടുത്ത റൗണ്ട് തുടങ്ങിയപ്പോ എല്ലാവരും നമ്മുടെ ബ്ലൂ ടീമായിട്ടുള്ള ഗബ്രിയുടെ ടീമിനെ അറ്റാക്ക് ചെയ്യാൻ പോയേക്കാണ്. ഞാൻ അവിടെ പോയി പ്രൊട്ടക്ട് ചെയ്യാം. ബസർ അടിച്ചപ്പോ നമ്മുടെ ഋഷിയുടെ ഐഡിയ, സായി ബ്രോ ഇങ്ങോട്ട് വരൂ, നന്ദന ഇവിടെ ഉണ്ട്, നിങ്ങളിത് പൊട്ടിക്കൂ, ഞാൻ പോയി പ്രൊട്ടക്ട് ചെയ്തിട്ട് വരാം. നമ്മുടെ അർജുനും ഋഷിയും കൂടി നമ്മുടെ സായിനെ നന്ദനെയും ഡിഫെൻഡ് ചെയ്യാണ്. അതേതാ ഒരു കൈ നീണ്ടു തന്നെ. എന്റെ മോൻ എങ്ങനെ ചിരിക്കാണ്ടിരിക്കും? ഋഷിക്ക് ഇത്ര ബുദ്ധിയാ. പാവം ചിന്തപ്പന്റെ ആ സ്മോക്കിംഗ് റൂം നിങ്ങൾ പൊളിച്ച. അങ്ങനെ നന്ദന അതിഭയങ്കരമായിട്ട് അകത്ത് കയറി ബലൂൺ പൊട്ടിച്ചു. ഗബ്രിയുടെ ടീമായിട്ടുള്ള ബ്ലൂ ടീം ഈ മത്സരത്തിൽ നിന്ന് ഔട്ടായി. അതിന്റെ ഇടയ്ക്ക് അടുത്തൊരു വഴക്കാണ്. നമ്മുടെ ശ്രീതു ചേച്ചി ഫുഡ് കഴിച്ചു, അതായത് പവർ ടീമിന്റെ അനുവാദം ഇല്ല. ഞാൻ കഴിച്ചു. അപ്പൊ അതിന് ശ്രീധുവിന് ശിക്ഷ ഉണ്ടെന്നാണ് ശരണ്യ ചേച്ചി പറയുന്നത്. എന്തുവാണോ ഇതൊക്കെ? ആ സായിയുടെ തല കുറിച്ച് പോയില്ലപ്പ ദൈവം ഒരാൾ ഓർഡർ. അതാരാ?
അത് നോറല്ലേ. ആ ഗ്യാപ്പിൽ നമ്മുടെ ഋഷി പച്ചയുടെ ബലവും പൊട്ടിച്ചു. അങ്ങനെ റെഡ് ടീം വിജയിച്ചിരിക്കുന്നു. ആൺകുട്ടികൾ ഈ 3 പെൺകൊച്ചുങ്ങളെ വെച്ച് എനിക്ക് ഗെയിം ജയിക്കാൻ പറ്റില്ല. ജിൻഡോ രതീഷിനോട്, എടാ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ കളിച്ചാലും ജയിക്കില്ലടാ, ഒരു ആൺകുട്ടിയെങ്കിലും വേണം. ഇത് 3 വെറും പിത്തതാളുകളാ. അവരൊക്കെ പിത്തത്തവിടുകളാ. ടീമിനെ വഞ്ചിച്ചു എന്നുള്ള പ്രശ്നമായി മാറുമെന്ന് ചോദിക്കണേ. രതീഷ് ചോദിക്കണ്, നീ ഇങ്ങനെ ടീമിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഒരു വലിയ പ്രശ്നമാവില്ലേ, നിനക്കത് നെഗറ്റീവ് ആവില്ലേ? അവിടെ സ്വന്തം ടീമിനെ വഞ്ചിക്കണ 2 പേരുണ്ടെന്ന്. അപ്പൊ ജിൻഡോ പറയാണ്, ഞാൻ ടീമിനെ വഞ്ചിക്കുന്നു, എന്റെ ടീമിൽ തന്നെ 2 പേര് വഞ്ചിക്കാൻ വേണ്ടിട്ട് കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അർജുന്റെ ആള്, ഒരാൾ അർജുന്റെ ആള്, ഒരാൾ ഗബ്രിയുടെ ആള്. ജിൻഡപ്പാ, ജാസ്മിനെ നീ പറഞ്ഞോ? അത് സത്യമായിരിക്കും എന്ന് പറഞ്ഞ ശ്രീതു അർജുന്റെ പറയേണ്ട ആവശ്യം നിനക്കില്ല, വെറുതെ അപവാദം പറയല്ലേ. ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് പവർ ടീം പറയാണ്ട് ഭക്ഷണം കഴിച്ചതിന് ശ്രീതുവിന് ശരണ്യ വിധിച്ച ശിക്ഷയാണ് പവർ റൂമിന്റെ ഫ്രണ്ടിൽ ഇന്ന് രാത്രി ലൈറ്റ് അണയുന്നത് വരെ സെക്യൂരിറ്റി ആയിട്ട് പാറാവുകാരനായിട്ട് നിൽക്കുക. അവര് പോകുമ്പോ സല്യൂട്ട് അടിക്കുക, പോയി കഴിയുമ്പോ സല്യൂട്ട് കളയുക. ഇതിന്റെ റീസൺ ആണ് എന്തോ ഫുഡ് എടുത്ത് കഴിച്ചു. എന്തൊക്കെ കാണണോ അല്ലെ. എന്നാ പിന്നെ കിച്ചൺ ഞാൻ ഉള്ളത് പറയാലോ, ഈ പവർ ടീമിന് എന്തോ ഒരു ബാധയുണ്ട്. പവർ ടൂമിൽ കയറിയപ്പോ അപ്സരയുടെ സ്വഭാവം മാറി, ഇറങ്ങിയപ്പോ ശരിയായി. പവർ റൂമിൽ കയറിയപ്പോ ശരണ്യയുടെ സ്വഭാവം മാറി, ഇറങ്ങുമ്പോ ശരിയാവും. കഴിക്കരുതെന്ന് പറഞ്ഞു കഴിച്ചു. വേറെ അല്ല, ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ശ്രീധുന് ചോദിക്കാനും പറയാനും ആരില്ലാന്ന് വെച്ചിട്ടാണോ ഈ വേഷം കെട്ട്? പണിഷ്മെന്റ് ആക്കി എടുത്തു. ഒരു വാണിംഗ് കൊടുക്കാമെന്ന് എനിക്ക്. അവസാനം ഇത്തിരി പകതിരിവുള്ള സായി പറഞ്ഞു, അത് നിങ്ങളുടെ എല്ലാ സജഷനും നമ്മൾ ഏറ്റെടുത്തു, നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. നീ ജസ്റ്റ് ഒരു തവണ ഒരു സല്യൂട്ട് കാണിച്ചാൽ മതി, പിന്നെ ഞങ്ങൾ ചോദിക്കില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ ഈ തീരുമാനം എടുത്തത്, പ്ലീസ് അതൊന്ന് ചെയ്തോ. തിരിച്ചു റെസ്പെക്ട് എന്നുള്ള രീതിയിൽ ഒറ്റ പ്രാവശ്യം. അത് കഴിഞ്ഞ് നമ്മുടെ ഗബ്രി ഋഷീനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാണ്, ബാത്റൂമിലെ ഏതോ മിററിന്റെ ബാക്കിൽ എന്തോ അനങ്ങി, എന്തോ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന്. അപ്പുറത്തൊരു മിററല്ലേ? എനിക്ക് അവിടെ തോന്നിയിട്ട് എന്തിനാ? ആ ശരിയാ, ആ മിററിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോ ഞാൻ ഇങ്ങനെ കുറേ നേരം നിന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോ ഇറങ്ങിപ്പോയി. ഗുരുവായൂരപ്പനാണ് തോന്നിയത് ഋഷി ബി ലൈക്ക് എനർജിയാ. ശരിക്കും ഇതൊക്കെ തമാശ പറയണ. എന്ത് വൈബ് കിട്ടിയ നീ രസിച്ചു നോക്കി. ഋഷി നോറേനോട്, നീ ഒറ്റയ്ക്ക് അവിടെ പോയിരുന്നല്ലേ കരയാറുള്ളത്, അനുഭവിച്ചു കേട്ട് പഠിക്കടി, അവിടെ എന്തോ എനർജി ഉണ്ടെന്ന്. നീയല്ലേ ഉൾട്ട എവിടെ പോയെന്ന് കരയാറ്, നിന്നെ പിടിച്ചോണ്ട് പോയി. അനുഭവിച്ചു. നോറയിലൊക്കെ എനിക്കൊരു പുല്ലിനെ പേടിയില്ല, ഒന്ന് പോവാ. നോക്കി പല്ലിയേക്കാറുണ്ട്, മുഖം കഴുകാറുണ്ട്, എനിക്കൊന്നും തോന്നിയിട്ടില്ലല്ലോ. ജാസ്മിന് ഋഷി കൂടി ബാത്റൂമിലേക്ക് വരാണ്. ജാസ്മിൻ, ഇത്ര നാളും കൂടെ വന്നിട്ട് എനിക്കൊന്നും തോന്നിയുള്ളൂടെ, ഇവർക്ക് മാത്രം എന്തെങ്ങനെ? 10-31 വയസ്സായി, ഇപ്പോഴും എനർജി ഉണ്ട്, പ്രേയർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുക. ഓരോ സാധനങ്ങൾ പറഞ്ഞു വെച്ചിട്ട്. ജാസ്മിൻ വാഷ്റൂമിലേക്ക് കയറി, ഋഷി അവിടെ പുറത്ത് കാവലിട്ടായിരുന്നു. ഋഷി ബി ലൈക്ക്, പേടിയായിട്ട് വയ്യ എനിക്ക്. എന്താ നോക്ക്, ഇപ്പൊ ഒരു മിററിലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത, എനിക്ക് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവന്മാര് ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഇനി ഉണ്ടാവോ? എന്റെ ഋഷി എന്തൊരു ആക്ടിങ്. ഒരു ഒറ്റ ചെറിയ റോഡാ, 2 സൈഡും മറ്റേ വയലും പാടം. ഒടുക്കത്തെ അഭിനയം. ജാസ്മിൻ ബാത്റൂമിന്റെ വാതിൽ തുറന്നതും ഋഷി ഇവള് ചുമ്മാ ജാസ്മിനായിരുന്നു. ഞാൻ വിചാരിച്ച പ്രേതം. അത് കഴിഞ്ഞപ്പോ ഒരു പാട്ടിട്ടു. പാട്ട് ഇതായിരുന്നു, ഡിങ്കിരി 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 പട്ടാളം. നാളത്തെ ടാസ്കിൽ ഈ പട്ടാളമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊരു സാധനമാണ് കൊടുക്കാൻ പോകുന്നത്. എന്തായാലും എപ്പിസോഡ് 52ന്റെ റിയാക്ഷൻ ഇവിടെ തീരുന്നു. 53 നമുക്ക് നാളെ കാണാം. അതുവരെ